പാലക് ചിക്കൻ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? നല്ല പൊറോട്ടൻ്റെയും കുബൂസിൻ്റെയും പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഡിഫറെൻറ്റ് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റാതെ പെട്ടെന്നാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ആദ്യം തന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു പാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇത്തിരി ഓയിൽ, കുറേ ഓയിൽ യൂസ് ചെയ്യണമെന്നില്ല, കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം നല്ല ഒരു ഡീപ്പ് ഫ്രൈ പോലെ തന്നെ ചെയ്തെടുക്കുക. ഈ മാരിനേറ്റ് ചെയ്തതിൽ ബാക്കിയുള്ളതൊക്കെ അതിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ജസ്റ്റ് അടച്ച് വെച്ച് ഫ്രൈ ആകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ പാലക്കിൻ്റെ ഇല നമുക്ക് വല്ല സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അത് വാങ്ങിയിട്ട് അതും പിന്നെ വെള്ളക്കടല ഇല്ലേ അത് വേവിച്ചിട്ട് അത് രണ്ടും കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് അരച്ചെടുക്കുക. ഒരു ഭയങ്കര ഫൈനായിട്ടല്ലാതെ കുറച്ചൊരു രണ്ടും കൂടി ആ ഒരു ടെക്സ്ചറിൽ ഉള്ള ആ ഒരു ഇത് വരെയാണ് അരക്കേണ്ടത്. പിന്നെ ആ ഒരു മിക്സ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒഴിക്കുകയാണ്. കൂടെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് എത്ര വെള്ളം വേണ്ടത് ആ ഒരു വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കുരുമുളകും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങൾക്ക് എത്രയാണോ എരിവ്, ഓൾറെഡി നമ്മൾ പച്ചമുളക് അരച്ചതുകൊണ്ട് അത്യാവശ്യം എരിവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചാൽ സാധനം റെഡിയാണ്. വളരെ ഈസിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റുമാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ് കേട്ടോ.